ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് യൂട്യൂബിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു കണ്ടൻറ്റാണ് ഞാൻ ചെയ്യുന്നത്. ഗെറ്റ് റെഡി വിത്ത് മീ. അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിക്കാനില്ല. നമുക്ക് ആദ്യം തന്നെ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്തത് വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡറാണ് പോൺസിൻ്റെ സാൻഡിൽ. വർഷങ്ങളായിട്ട് പറഞ്ഞാൽ ഈ പൗഡർ വർഷങ്ങളായിട്ടല്ല, അങ്ങനെയല്ല. അത് നമ്മൾ കണ്ണിൻ്റെ അടുത്ത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഐലൈനർ ഇടുമ്പം അത് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. ഐലൈനർ ഇട്ടിട്ടില്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അതായത് വിശന്ന് കഴിഞ്ഞാൽ ഉപ്പില്ലെങ്കിലും നമ്മൾ കഞ്ഞി കുടിക്കും. പക്ഷെ ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് അധികമാണ്. ചില സമയത്ത് കറക്റ്റായിട്ട് ഐലൈനർ ഇടാൻ പറ്റുമേ, ചില സമയത്ത് പറ്റില്ല. പക്ഷെ ഞാൻ ഈ പെർഫെക്ഷൻ്റെ ആളല്ലാത്തത് കൊണ്ട് എങ്ങനെയായാലും എനിക്ക് ഓക്കെയാണ്. നിങ്ങൾക്കും ഓക്കെ ആണെന്ന് പറയണം. ഇനി എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. ആദ്യം മാൾസിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടു, പിന്നെ വേറെ ഏതോ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടു. പക്ഷേ ഈ രണ്ടാമതിട്ട ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. ഈ കാട്ടിൽ ഞാൻ വീണ്ടും ഒരു ചെടി നട്ട് വളർത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് വാരി കൊടുക്കാം. കുറേ ഉണ്ട്. ഇതിനിടയിൽ ഞാനൊരു പൊട്ട് കൂടി വെച്ചിട്ടുണ്ട്. അടുത്തത് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു ഹെയർ സ്റ്റൈലാണ്. ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഈസി ആയിരിക്കും. പക്ഷെ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല, ബുദ്ധിമുട്ടായിരിക്കും. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുടി മുറിച്ചിട്ടത്. ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കത് ചെയ്യാൻ പ്രയാസമുള്ള മാതിരി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും എനിക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നോർമലായിട്ട് ഞാൻ ചെയ്യണ മാതിരിയാണ് ചെയ്യണത്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ അതൊരു പ്രയാസമുള്ള മാതിരി തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ലേ? കമ്മൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ലിപ്സ്റ്റിക്കും ഐലൈനറും ഇട്ട് കഴിഞ്ഞാൽ തന്നെ എനിക്ക് കോൺഫിഡൻസ് കൂടും. അപ്പോൾ എന്താ പറയുക, ഒരു സുന്ദരി കുട്ടി അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഞാനങ്ങനെ പറയാറില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ആ കമൻറ്റ് ബോക്സൊക്കെ വർക്കിംഗ് ആണോ എന്നൊക്കെ ഒന്ന് ഇടയ്ക്ക് എന്താ പറയുക ചെക്ക് ചെയ്യാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.